ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന ബട്ടർ ചിക്കൻ അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തേച്ച് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് എടുത്തു വെക്കണം. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലതായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു വലിയ സൈസിലുള്ള സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 നല്ലവണ്ണം പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 7-8 കാഷ്യൂവും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേച്ച് 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കണം. ഒത്തിരി അങ്ങ് വഴന്ന് കിട്ടുമൊന്നും വേണ്ട. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇപ്പം നമുക്ക് ഏകദേശം തക്കാളിയും സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ബട്ടറും ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ബട്ടറും 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തേച്ച് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. പാൻ ആദ്യം നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ കുറച്ച് ഓയിലേ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നല്ലെങ്കിൽ കരിഞ്ഞു പിടിച്ചു പോകും. ആവശ്യമെങ്കിൽ ഒരല്പം സൺഫ്ലവർ ഓയിൽ വറുത്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതെല്ലാം തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു കൂട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടേച്ച് ഒന്ന് അരച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റാക്കി വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിക്കുള്ള കൂട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. മസാല ഒരുപാടങ്ങ് മൂത്ത് പോവരുതേ. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു കൂട്ടും ആ മസാലയും എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കുറച്ചു നേരം നമുക്ക് ആ ചെറിയ തീയിലിട്ടേച്ച് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ഒരു ഗ്രേവിയും മസാലയും ഒക്കെ മൂത്ത ഒരു നല്ലൊരു മണം ഈ ഒരു ടൈമിൽ വരുവേ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചിട്ടേച്ച് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് ലൂസാക്കരുത്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് വേണം ഗ്രേവി ലൂസാക്കി എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവി അത്യാവശ്യം ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാവേ. 2 പിഞ്ച് കസൂരി മേത്തി കൂടി ഇതിനകത്തേക്കൊന്ന് തിരുമി അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഗ്രേവി
ഇപ്പം നല്ലതായിട്ടൊന്ന് ലൂസായാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് നല്ലവണ്ണം നമ്മുടെ ഗ്രേവിയെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് ഒരു 1-2 മിനിറ്റ് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചിക്കനും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി നോക്കണേ. അപ്പം നമ്മുടെ കറി നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം നല്ലവണ്ണം അങ്ങ് കുറയ്ക്കണം. സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം ഇനി നമുക്ക് ഗ്രേവി ഒന്ന് തിളപ്പിക്കാൻ. ഒത്തിരി തിളച്ചാൽ പിന്നെ നമുക്ക് ഗ്രേവി അങ്ങ് വറ്റിപ്പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഫ്രഷ് ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർ ചിക്കനാണിത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബട്ടർ കൂടി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് ഈ ഒരു ടൈമിൽ വരുന്നത്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളൂ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള റെസിപ്പീസുമായി ഇനിയും കാണാവേ. താങ്ക്